ഹായ്, മൈസെൽഫ് റൈസൺ റെന്നി ഫിലിപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മോട്ടോർ ഷോറൂമിലാണ്, നമ്മുടെ ആനയറ NH ബൈപ്പാസിലുള്ളത്. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ടാറ്റ സഫാരിയുടെ ഫേസ് ലിഫ്റ്റഡ് എഡിഷൻ ആണ്. ഇതിപ്പം നേരത്തെ ഉണ്ടാകുന്ന സഫാരി വെഹിക്കിളുമായിട്ട് ഒരുപാട് അപ്ഡേഷൻസ് അതിൻ്റെ ലുക്ക് വൈസ് ആയാലും ഡിസൈൻ വൈസ് ആയാലും ടെക്നോളജി പരമായിട്ടും ഒരുപാട് അപ്ഡേഷനുമായിട്ട് വന്ന വെഹിക്കിളാണിത്. ഇപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ഈ ഒരു എൻഡ് ടു എൻഡ് കണക്റ്റഡ് DRLs ആണ്. അതുപോലെ തന്നെ സീക്വൻഷ്യലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെഹിക്കിൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ് ലാംപ്സ് വരുന്നത് തന്നെ ബൈ LED ഫംഗ്ഷനിലാണ്. അതിൻ്റെ എൻഡിൽ നമുക്കൊരു എയറോഡൈനാമിക് ഒരു എയർ കർട്ടൻസ് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ വെഹിക്കിളിന് എയറോഡൈനാമിക്കലി കുറച്ചുകൂടെ പെർഫെക്ഷൻസ് കൊടുക്കുന്ന ഒരു ഡിസൈനാണ് വെഹിക്കിൾ വരുന്നത്. ഫ്രണ്ടിലുള്ള എയർ ഡാംസ് ആണെങ്കിലും സ്കിഡ് പ്ലേറ്റ്സ് ആണെങ്കിലും വെഹിക്കിളിന് കുറച്ചുകൂടെ പ്രീമിയം ഒരു ലുക്ക് കോൺസെപ്റ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ ഒരു വെഹിക്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ വെഹിക്കിളിൽ വെൽക്കം ഗുഡ് ബൈ ഫങ്ഷൻസ് വരുന്നുണ്ട്. ഫ്രണ്ടിലുള്ള LED ലൈറ്റ് ഫ്ലോയിങ് മാത്രമല്ല, നമ്മുടെ ORVMസിലും ആ ഒരു LED സീക്വൻസും ഫോട്ടോ ഫോൾഡും വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ നമ്മുടെ വെഹിക്കിളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഒരു സഫാരി ബാഡ്ജ് വെഹിക്കിൾ വരുന്നുണ്ട്. വെഹിക്കിളിൽ ഒരു കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ലുക്ക് വൈസ് വെഹിക്കിളിനത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൂട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വെഹിക്കിളിൻ്റെ ആ ഒരു C-ഷേപ്ഡ് ആണ് റിവേഴ്സ് LEDs വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലും സഫാരിയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സും റിവേഴ്സ് ലൈറ്റും വരുന്നുണ്ട്. വെഹിക്കിളിൽ നോർമലി വരുന്ന പോലെ തന്നെ ഡിഫോഗർ ലൈൻസ്, റിവേഴ്സ് വൈപ്പേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഫ്രണ്ടിലത്തിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ തന്നെ സ്കിഡ് പ്ലേറ്റും ഈ ഒരു ഡിസൈൻ വൈസ് സ്കിഡ് പ്ലേറ്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വെഹിക്കിളിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഹൈലൈറ്റ് നോർമലി ഇപ്പം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഷാർപ്പിൻ ആൻറ്റിന വെഹിക്കിൾ വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അഡാസിൻ്റെത്. സഫാരി 4 വേരിയൻസിലാണ് വരുന്നത്. സ്മാർട്ട്, പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ് എന്ന് പറയുന്നത്. ഈ കിടക്കുന്ന ഒരു അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. നമുക്ക് ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജി വൈസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബൂട്ട് നമുക്ക് ഗസ്റ്റർ വൈസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബാക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഡ്രൈവിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വെഹിക്കിളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് 18 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് ഈ വെഹിക്കിളിൽ വരുന്നത്. നമുക്ക് ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് 19 ഇഞ്ചിൻ്റെ ആയിരിക്കും വെഹിക്കിൾ നോർമലി വരുന്നത്. ഇതിനൊരു സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിളുണ്ട്, ഡാർക്ക് എഡിഷൻ. അതാകുമ്പോഴത്തേക്ക് ഫ്രണ്ടും ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും ടോട്ടലി ഒരു ഡാർക്ക് തീംഡ് ആയിരിക്കും. അതും 19 ഇഞ്ചിൻ്റെ അലോയ്സിനാണ് വെഹിക്കിൾ വരുന്നത്. നമുക്ക് വെഹിക്കിളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആനിമൽ സിമ്പിൾസ് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഹാരിയർ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലയൺ സിമ്പിൾ കാണത്തില്ല. നമ്മുടെ വെഹിക്കിൾസിൽ ടാറ്റയുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് സഫാരിയാണ്. അതാണ് ഈ ഒരു ലയൺ സിമ്പിൾ. അതിനെ ഫോളോ ചെയ്യുന്നതാണ് ബാക്കി ഒരു ഫാമിലി, ലയൺ ഫാമിലി എന്നുള്ള രീതിയിൽ ലയണസും 2 കപ്സും. ലയണസിനെ ഹാരിയറായിട്ടും ബാക്കി 2ഉം നെക്സോണും പഞ്ചുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വിഷ്വലൈസ് ആനിമൽ വൈസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ടാറ്റ സഫാരിയുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ള ഫേസ് ലിഫ്റ്റിന് മുമ്പത്തെ എഡിഷനുമായിട്ട് ഒരുപാട് ഡിഫറൻസസ്, അപ്ഡേഷൻസ് വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇപ്പം 4 സ്റ്റോക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ വൈറ്റും ബ്ലാക്കും ലെതറേറ്റിൽ 4 സ്റ്റോക്കായിട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. നമുക്ക് പുതിയ ഫേസ് ലിഫ്റ്റിൽ നെക്സോണിൽ വന്ന പോലെ തന്നെ ടാറ്റ ഇല്ലുമിനേറ്റഡ് T ലോഗോ നമുക്ക് വെഹിക്കിൾ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഡ്യുവൽ ടോൺ വരുന്നുണ്ട് വെഹിക്കിളിൽ. നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം മാറിയിട്ടുണ്ട്. ഹർമൻ്റെ ആയിട്ടുള്ള 10.25 ഇഞ്ചിൻ്റെ കുറച്ചുകൂടെ ലാർജർ സ്ക്രീനിലാണ് ഇപ്പം വെഹിക്കിളിൽ ഇൻഫോടൈം സിസ്റ്റം വരുന്നത്. നമ്മുടെ കൺട്രോൾ പാനൽസ് എല്ലാം തന്നെ ഡിജിറ്റലാണ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾസ് മാത്രമാണ് ഫിസിക്കലി വരുന്നത്. ബാക്കിയെല്ലാം ടച്ച് കൺട്രോൾസിലാണ് വെഹിക്കിളിൽ വരുന്നത്. നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ സ്പീക്കേഴ്സ്, സൗണ്ട് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് പ്യുവർലി JBL ആണ്. 10 സ്പീക്കേഴ്സാണ് വെഹിക്കിളിൽ വരുന്നത്. അതുപോലെ തന്നെ JBLൻ്റെ സിനിമാറ്റിക് കൺട്രോൾസ്, JBL മോഡ്സ് അറൗണ്ട് 10ലധികം JBLൻ്റെ മോഡ്സ് നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. സോ നല്ലൊരു ഓഡിയോ ട്രീറ്റ് ആയിരിക്കും നമുക്ക് വെഹിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വെന്റിലേറ്റഡ് ആണ് ഫ്രണ്ട് സീറ്റ്സ് 2ഉം. ഇപ്പം സഫാരിയിൽ 7 സീറ്റർ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് 2 സീറ്റ്സ് ആയിരിക്കും വെന്റിലേഷൻ വരുന്നത്. ഓയിസ്റ്റർ വൈറ്റിൻ്റെ ബെനിക്കോ കാലിക്കോ പ്രീമിയം ലെതറേറ്റ് സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്.
ഇൻറ്റീരിയറിൽ ഏത് പേഴ്സോണയാണോ അതിൻ്റെ ഒരു ലെതറൈറ്റ് ഇൻറ്റീരിയേഴ്സ് അകത്തൂടെ പോകുന്നുണ്ട്. നമുക്ക് ഓക്ക് ബ്രൗൺ ഒരു വോയിസ്റ്റർ വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത്. പിന്നെ നമുക്ക് മെയിൻലി പറയാനുള്ളത് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് വരുന്നത്. ഇലക്ട്രോണിക് ഷിഫ്റ്റേഴ്സാണ് നമുക്ക് ട്രാൻസ്മിഷൻ ഈ സ്മൂത്ത് ആക്കാൻ വേണ്ടി നമുക്ക് വരുന്നത്. ബിജോൾഡ് ആയിട്ടുള്ള ടെറൈൻ മോഡ് സെലക്ഷൻസ് വരുന്നുണ്ട്. വെഹിക്കിൾ നേരത്തെ പോലെ തന്നെ 3 ഡ്രൈവ് മോഡ്സിൽ അവൈലബിൾ ആണ്. സിറ്റി, സ്പോർട്സ്, എക്കോണമി മോഡ്സ്. ഇതിന് പുറമെ 3 ടെറൈൻ മോഡ്സ് വെറ്റ്, നോർമൽ, റഫ് മോഡുകളിലും വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുണ്ട്. മൊബൈൽ ഫാസ്റ്റ് ചാർജിങ് വെഹിക്കിൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ട് ആംറസ്റ്റും ഇൻസൈഡിലൊരു കൂൾഡ് ഗ്ലൗ ബോക്സും വെഹിക്കിൾ വരുന്നുണ്ട്. ഫ്രണ്ടിലുള്ള ഗ്ലൗ ബോക്സ് ആണെങ്കിലും കൂൾഡാണ് വെഹിക്കിൾ വരുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അഡീഷണലി നമുക്ക് ഈക്കോൾ ബീക്കോൾ സിസ്റ്റം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ കാണുന്ന 2 സ്വിച്ചുകളാണ്. ഈക്കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എമർജൻസി കോളാണ്. ഇൻ കേസ് ഓഫ് എമർജൻസീസ് നമ്മൾ ജസ്റ്റ് ഇത് ഓട്ടോമാറ്റിക്കലി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കൊളിഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ടാറ്റ എമർജൻസിയിൽ 24 hours സർവീസിലോട്ട് അതിൻ്റെ കോൾ കണക്റ്റ് ആവും. അതുപോലെ തന്നെ ബീക്കോൾ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ കോളാണ്. ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ എമർജൻസി അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ RSIലോട്ട് അതിൻ്റെ കോൾ കണക്റ്റ് ആവുന്ന അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടെ വെഹിക്കിൾ വന്നിട്ടുണ്ട്. നമുക്ക് വെഹിക്കിൾ ലാർജർ ദാൻ ലൈഫായിട്ട് പനാറോമിക് സൺറൂഫാണ് വരുന്നത്. അതും വോയിസ് അസിസ്റ്റർ ആണ്. ഹേ ടാറ്റ, ഓപ്പൺ സൺറൂഫ്. പുതിയ ടാറ്റ സഫാരി ഹാരിയറിൽ നമുക്ക് ഡ്യുവൽ ടോൺ ടെമ്പറേച്ചർ കൺട്രോൾസ് വരുന്നുണ്ട്. ഒരേ സമയം തന്നെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റിലും 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ റീജിയൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന, സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് വെഹിക്കിൾ വരുന്നത്. ടാറ്റ സഫാരിക്ക് ഒരു ഹ്യൂജ് പെഡിഗ്രി തന്നെ പറയാനുണ്ട്. കാരണം ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ലാൻഡ് റോവറിൻ്റെ ഒമേഗ ആർക്ക് ആർക്കിടെക്ചർ D8 പ്ലാറ്റ്ഫോമിലാണ് വെഹിക്കിൾ വരുന്നത്. ഒരു കുക്കുണ്ട് സേഫ്റ്റിയാണ് വെഹിക്കിൾ എൻഷുർ ചെയ്യുന്നത്. ഓൾറെഡി 5 സ്റ്റാർ റേറ്റാണ് ഗ്ലോബൽ എൻക്യാപ്പിൽ. ഇതിന് പുറമെ വെഹിക്കിൾ 7 എയർ ബാഗ്സ് വെഹിക്കിൾ വരുന്നുണ്ട് ടോപ്പ് വേരിയൻറ്റിൽ. ബാക്കി എല്ലാ ഓപ്ഷൻസിലും 6 എയർ ബാഗ്സും ആൻഡ്രോയിഡ് ആയിട്ട് വെഹിക്കിൾ വരുന്നുണ്ട്. ഇതിന് പുറമെ അഡാസ് 2.0യും അഡാസ് 2.0യും സ്പെഷ്യൽ അഡ്വാൻസ്ഡ് ESP ഫീച്ചേഴ്സും വെഹിക്കിൾ വരുന്നുണ്ട്. ഒരു 2000 cc ഒരു 2 ലിറ്റർ ക്രയോടെക് 170 PS പവർ വരുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. അതായത് ഫിയറ്റിൻ്റെ മൾട്ടി ജെറ്റ് എഞ്ചിനാണ് വെഹിക്കിളിനെ പവർ ചെയ്യുന്നത്. 350 Nm ആണ് ടോർക്ക് വെഹിക്കിളിന് വരുന്നത്. 2467 വീൽ ബേസ് വരുന്നുണ്ട്. വെഹിക്കിളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 ആണ്. അത്യാവശ്യം എല്ലാ ഓഫ് റേഞ്ച് കാര്യങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. സേഫായിട്ട് ഏത് റീജിയൻസിൽ പോകാൻ പറ്റുന്ന ടെറൈൻ മോഡ്സ്, ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ വെഹിക്കിൾ വരുന്നുണ്ട്. അത്യാവശ്യം സേഫസ്റ്റ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സേഫസ്റ്റ് വെഹിക്കിൾ സഫാരി തന്നെയാണ്.